എല്ലാ ചങ്കൾക്ക് നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ അളിയച്ചങ്ങനോട് ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ ATM നോക്കുമ്പോഴല്ലോ അവിടെ എന്താ അറിയില്ല, കാർഡ് ഞാൻ പൈസ എടുക്കാൻ നോക്കിയിട്ട് എന്തെങ്കിലും നടക്കുമോ? കാരണം പൈസ വേണമല്ലോ നമുക്ക്. എങ്ങനെ ഞാനത് വിട്ട് ഞാൻ അങ്ങനെ പോകാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ അളിയച്ചങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി. അവിടെ ഭയങ്കര തിരക്കാണ്. പ്രിയപ്പെട്ട ജനങ്ങളെ കൊണ്ട് കാണിച്ചത്. ചേട്ടനോട് കാണിച്ചു നോക്കുകയാണ്, ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? അപ്പോൾ ഞാൻ ചില്ലാട്ടോ, അത് ഓപ്പറേഷൻ ഇത്ര ആൾക്കാരില്ല. അവർ ഇവിടെ കുഴപ്പമൊന്നുമില്ല, അത് ജനങ്ങൾ എല്ലാവരും വരില്ലേ, ആകാംക്ഷയാണ് കുട്ടികൾക്ക് എന്തിനു പറ്റുമോ, എന്താണ് സംഭവിക്കുക എന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇവിടെ നിയന്ത്രണമില്ല മറ്റുള്ള എല്ലാവർക്കും. കാരണങ്ങളില്ല ഈ സാധാരണ വിളിക്കുമ്പോൾ രാമൻ കുറിച്ചിട്ട് രാമൻ വിളിക്കുന്ന മോജിനെ ഓടിച്ച് അങ്ങനെ ഞാനും കളിയിച്ചു വേറെ കളിച്ചങ്ങായിരുന്നു. ഓർക്കും കൂടി അമ്മളി പറ്റിയാണ് നമ്മളെ വിളിച്ചിട്ടില്ല അവര്. ഇതാണ് നമ്മൾ ആലോചിച്ചങ്ങായിട്ട് പറ്റില്ല ഇങ്ങനെ നിൽക്കുകയാണ്. ശിക്ഷമാരുടെ നിൽക്കുകയാണ്. സംഭവം ഇങ്ങനെ മണിക്കൂറുകളിലൂടെ നിൽക്കുകയാണ്. പിന്നെ ഈ ഓപ്പറേഷൻ കുറ്റിപ്പുള്ളി അല്ലേ, ഒരു ചായപ്പൊടി കോഫി ഹൗസ് അതിലിങ്ങനെ എണ്ണക്കടയൊക്കെ അതും ഇങ്ങനെ കഴിച്ച ആൾക്കാർ ഇങ്ങനെ ചായപ്പൊടി ചായ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇതിലൊക്കെ ഓരോ ചേട്ടന്മാർ വന്നതാണ്. ഇങ്ങനെ തലയിലൊക്കെ വെച്ച് നേരം നിൽക്കുന്ന പറയുന്നത് അത് ഞങ്ങൾ പുറത്തൊക്കെ എന്തെങ്കിലും വെള്ളമൊക്കെ മേടിച്ച് കഴിക്കാം ഇതിന് ഓണടിയാണ്. അപ്പോൾ ഹെഡ്ലൈറ്റ് മാത്രം മേടിച്ചില്ല. അപ്പോൾ കഞ്ഞി ചായ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കഞ്ഞിയും ചായക്ക് സാധനമൊക്കെ കട്ടൗട്ടർ ഇല്ല, പാർക്കിങ് മാത്രമേ എത്തണുള്ളൂ. കട്ടൗട്ടർ ഞാൻ സ്വന്തം മാറ്റിയാണ് പിന്നെ ഫോണിൻ്റെ കട്ടൗട്ടറില്ല ബസ്സിനാക്കി അവിടെ കെട്ടിട്ടേക്ക അത് വന്നടിക്കായിരിക്കും. ന്യൂസ് പോകാതെ അതൊന്ന് നോക്കാം. പൊക്കണട്ടായി ഫീസോ ഫീസ് എന്ന് പറഞ്ഞാൽ പറയാം. ചേട്ടന് 30 ഫീസ്. ഓക്കെ, താങ്ക് യു. കത്തി നമ്മൾ മറ്റേ രാവിലെ ഹെഡ്ലൈറ്റ് ഒക്കെ ഇട്ട് ഓടിയല്ലേ, ഒരു ചാല് പോയി കഴിഞ്ഞാൽ പിന്നെ വന്ന് അടിയില്ലാത്ത എന്താ മൾട്ടീൻ്റെ അമ്മേൻ്റെ അങ്ങനെ നമ്മളിപ്പോൾ രാത്രിയിലൊക്കെ ഹെഡ്ലൈറ്റ് ഇട്ട് ഓടി വന്നിട്ടേ പിന്നെ വണ്ടി അടിയില്ല. രാവിലെ തള്ളി സ്റ്റാർട്ടാക്കിയിട്ട് അടിയും. അതാ കഴിക്കുന്നത്. MDR മുണ്ടേരിയോ? നിങ്ങളുടെ നാട്ടുകാരുണ്ടല്ലോ ഇവിടെ. എവിടെ? ഓട്ടോറിക്ഷൻ്റെ കുട്ടിപ്പണി എടുക്കാൻ സിദ്ദിഖ് പറയും. സിദ്ദിഖിനെ അറിയാം. അവനോട് വർക്കിന് എവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? അങ്ങോട്ട് കുറച്ചും കൂടി മുന്നിൽ പോകണം അല്ലേ? എൻ്റെ അളിയനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നു. അപ്പോഴാണ് സംഭവം ഓണം അടിയതാണ്.
അപ്പോൾ എത്ര ചേട്ടാ ഫീസ് എത്ര? എന്താ ഇവിടെ അല്ലാതെ നിങ്ങൾ എവിടെയും ചോദിച്ചു 10 രൂപ വാങ്ങാം. മാത്രം 5 രൂപ കൊടുക്കുള്ളൂ. ഓക്കെ, താങ്ക് യു. അതെ ബ്രിഡ്ജ് കഫേ. അവിടെ പോയി കഴിക്കാൻ നമുക്ക് മറ്റേ ഇതൊക്കെ കഴിക്കാമല്ലേ, മസാല ദോശ, ഉള്ളിവട, പരിപ്പുവട എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് ഇവിടെ കേട്ടത്. ഇപ്പോൾ ലൈം എടുക്കണമെങ്കിൽ ഒരു മാസം. ഒന്ന് കഴിക്കാൻ എന്താ മേടിക്കാം? അത് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എന്താ മേടിക്കാം? കഴിക്കാൻ പഴംപൊരി. എനിക്കൊരു സമൂസ തന്നു. പഞ്ചായത്ത് അനുമതിയുടെ വേറെ വ്യക്തിയുടെ അത്. ആ ബിൽഡിങ് വേറെ വ്യക്തിയുടെ. ഒരു 100 ബസ്സിൽ പഞ്ചായത്തിൻ്റെ ഫ്രണ്ട്സ് അല്ലേ? അത് ദിലീപില്ലേ, ദിലീപ് CPM-ൻ്റെ. സിനിമത്തല്ല, അവിടെ ഒരു പൂതാന്ത ദിലീപ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. അവൻ്റെ തന്നെ ഫ്രണ്ട്സ് സൂപ്പർ മാർക്കറ്റ്. നിങ്ങൾ വണ്ടിയില്ല? ട്രപ്പാണ്. ശരി. എല്ലാ കാര്യങ്ങളും അറിയാം. ശരി. അതൊക്കെ അതിൽ പെട്ടതാണ്. ബൂത്തിൽ വില്ലേജുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു എന്നല്ല, സർവേ കാര്യങ്ങൾ നടത്തിയിട്ടില്ല.
എവിടെ ഏ 200 ഓറഞ്ച് 150. ഈ ആശുപത്രിവാസം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവം. ഇതെല്ലാം കൂടെ കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ ഇവിടെ നിൽക്കണം. ഒറ്റ ഡ്രസ്സിൻ്റെ വേർത്ത് കുളിച്ച് മാറി ജനങ്ങളൊക്കെ എന്തൊട്ട് ഏത് മറ്റേ വേസ്റ്റ് കൊട്ടയിൽ നീച്ച് വന്ന മാതിരി. ഓ അങ്ങനെ ആരെങ്കിലൊക്കെ നിന്നിട്ടുണ്ട് കമൻറ്റ് ചെയ്യണേ. ഒരു ഡ്രസ്സുമ്മലാണ് വേർത്തത് വേനം കാണാൻ. എൻ്റെ അമ്മോ മടുത്തുപോയി മക്കളെ, മടുത്തുപോയി. നമ്മളും വേറെ ആളുണ്ട് ഉണ്ടാവും. പിന്നെ അച്ഛൻ സൂചിച്ചാൽ അവിടെ ഇരിക്കുക. അവിടെ വെള്ളം കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല. ഇനി നമ്മൾ വെള്ളം കുടിപ്പിക്കണം, ഭക്ഷണം കഴിക്കണം. ഓക്കെ.